ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമാഗമന കൂടാരം എന്ന വിഷയത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പഠിക്കാം. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. വളരെ ലളിതമായി സമാഗമന കൂടാരം എങ്ങനെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ തക്ക സാധിക്കും, ആ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക ആളുകൾ ഈ സമാഗമന കൂടാരം വളരെ പഠിക്കുവാൻ പാടുള്ളതാണ്, അല്ലെങ്കിൽ ചിന്തിക്കുവാൻ പാടുള്ളതാണെന്ന് ഒരുപക്ഷെ ചിന്തിക്കുമ്പോഴും നമുക്കെങ്ങനെ അത് ലളിതമായിട്ട് പഠിക്കാൻ തക്ക സാധിക്കും, അതാണെന്ന് നമുക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, സമാഗമന കൂടാരം എന്ന വിഷയം ഞങ്ങൾ അതിൻ്റെ ആഴത്തിൽ ഗ്രഹിക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകി തന്ന ആ വലിയ നന്മ കണ്ട് ഞങ്ങളുടെ ജീവിതം അവിടേക്ക് സമർപ്പിക്കുവാൻ തക്കോണം കർത്താവ് സഹായിക്കണമേ. ഈ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. സംസാരിക്കുന്ന അടിയനെയും അവിടുന്ന് സഹായിക്കണം. സകല മാനവമുഖത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. സമാഗമന കൂടാര ഉപകരണങ്ങൾ. ഒന്നാമതായി നാം പഠിച്ചത് സമാഗമന കൂടാര ഉപകരണങ്ങൾ നിയമപട്ടകമാണ് നാം പഠിച്ചത്. നിയമപട്ടകം 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുള്ള ഒരു ഖദിര മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പെട്ടകമാണെന്ന് കാണുന്നതൊക്കെ സാധിക്കും. രണ്ടാമത്തെ സമാഗമന കൂടാര ഉപകരണം എന്ന് പറയുന്നത് കൃപാസനമാണ്. മേഴ്സി സീറ്റ്, കൃപാസനം. ആ കൃപാസനത്തെ ആ നിയമപ്പെട്ടകത്തോട് ഒന്നായി ചേർന്ന ഒരു ഉപകരണമായിട്ടാണ് ജനങ്ങൾ കണ്ടിരിക്കുക, അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ കാണുന്നത്. എന്നാൽ രണ്ടും രണ്ട് ഉപകരണമാണെന്ന് അല്ലെങ്കിൽ വാദിക്കുന്ന വേദപണ്ഡിതന്മാരുണ്ട് എന്ന് നമുക്ക് കാണുവാൻ നോക്കാൻ സാധിക്കും. അങ്ങനെ സമാഗമന കൂടാരത്തിൻ്റെ രണ്ടാമത്തെ ഉപകരണമാണ് മേഴ്സി സീറ്റ്, അല്ലെങ്കിൽ കൃപാസനം എന്ന് വിളിക്കുന്നത്. ആ കൃപാസനത്തിൻ്റെ നീളത്തെക്കുറിച്ച് പറയുന്നത് ആ സമാഗമന കൂടാരത്തിൻ്റെ അതേപോലെ തന്നെയാണ് അതിൻ്റെ നീളവും വീതിയും എന്ന് കാണാൻ സാധിക്കുന്നു. 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടെന്ന് കാണുന്നതൊക്കെ സാധിക്കും. അപ്പോൾ ആ കൃപാസനത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ആ കൃപാസനം എന്ന് പറയുന്നത് അത് കതിരമരം കൊണ്ടല്ല, പകരം അത് മുഴുവൻ പൊന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ആ കൃപാസനത്തിൻ്റെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവിടെ ഒരു കെരൂബിനെ, 2 കെരൂബിനെ നിർമ്മിക്കാനായിട്ട് ദൈവം പറയുന്നത് കാണുന്നത്. അടുപ്പ് പണിയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ കൃപാസനവും ഒപ്പം തന്നെ ആ കെരൂബും തമ്മിൽ യോജിച്ചിരിക്കുന്ന അടുപ്പ് പണിയായിട്ട് ഉണ്ടാക്കണമെന്ന് കാണുന്നതൊക്കെ സാധിക്കും. അപ്പം അത് അടുപ്പ് പണി എന്ന് പറഞ്ഞാൽ അത് ചൂടാക്കി അതിനെ അടിച്ച് പരുവപ്പെടുത്തി റെഡിയാക്കി അതിനെ ഒന്നിച്ചായിരിക്കണം എന്ന് കാണുന്നതൊക്കെ സാധിക്കും. അത് ഒന്നിച്ച് ഒറ്റ സെറ്റായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അത് കെരൂബിനെ ഉണ്ടാക്കിയിട്ട് അത് വെക്കുകയല്ല, വേറെ കെരൂബിനെ ഉണ്ടാക്കി അവിടെ വെക്കുകയല്ല, പകരം അതിൽ തന്നെയാണ് കെരൂബിനെ നിർമ്മിക്കേണ്ടത്. ആ കൃപാസനത്തിൽ തന്നെയാണ് കെരൂബിനെ നിർമ്മിക്കേണ്ടതെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തമ്മിൽ അഭിമുഖമായിരിക്കണം, മുഖത്തോട് മുഖം ചേർന്നിരിക്കണം. ഒപ്പം തന്നെ കൃപാസനം പെട്ടകത്തിൻ്റെ മുകളിൽ വെക്കണമെന്നും പറയുന്നു. അപ്പോൾ നാം ഓർക്കേണ്ടത് പെട്ടകത്തിൻ്റെ മേളിൽ വെക്കുന്ന മേഴ്സി സീറ്റിൻ്റെ കൃപാസനത്തിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതി ഉണ്ടായിരിക്കണം. അതൊരു അടുപ്പ് പണിയായിട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉള്ള ഒരു 2 കെരൂബുകൾ മുഖാമുഖം നോക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ടുള്ള ഉപകരണം എന്ന് കാണാൻ കൊണ്ട് സാധിക്കുന്നു. ആ മേഴ്സി സീറ്റ്, കൃപാസനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിൽക്കുന്ന കെരൂബിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ
കർത്താവായ യേശുക്രിസ്തു പെട്ടകമാണെങ്കിൽ അതിൻ്റെ മുകളിൽ പിതാവ് എപ്പോഴും സംരക്ഷിത കവചമായി നിലകൊള്ളുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മെ പെട്ടകമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ദൈവം എപ്പോഴും നമ്മുടെ മുകളിൽ നമ്മളെ കെരൂബുമായി നമ്മെ സംരക്ഷിച്ചുകൊണ്ട്, മുഖാമുഖം നോക്കിക്കൊണ്ട്, നമ്മെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട്, നമ്മൾ പോകുന്ന വഴികളിലും വരുന്ന ഇടങ്ങളിലും ദൈവം നമ്മെ മുഖാമുഖം സംരക്ഷിച്ചുകൊണ്ട്, നമ്മളെ വീക്ഷിച്ചുകൊണ്ട്, നമ്മെ തന്നെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ നോക്കാൻ സാധിക്കും. എന്നാൽ പിതാവ് നമ്മളെ എപ്പോഴും അത് നമ്മുടെ മുകളിൽ ഇരുന്നു കൊണ്ട് നമ്മെ എന്ത് ചെയ്യുന്നു? നമ്മളെ പരിശോധിക്കുന്നു. ദൈവം നമ്മെ വഴി നടത്തുന്നു എന്ന് കാണാൻ നോക്കാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പെട്ടകമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപും പിൻപും യേശു ഈ ഭൂമിയിലായിരുന്ന സമയം മുഴുവനും പിതാവ് അവനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന് കാണാൻ നോക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കല്ലേ നാമാണ് പെട്ടകം ചിന്തിക്കുമ്പോൾ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? നോക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ടാണ് നോക്കുന്നത്? അത് തമ്മിൽ മുഖാമുഖം നോക്കുന്നു. ആ പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് ആ മുഖാമുഖത്തോട് നോക്കിയിരിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നതാണ്, നിയമപ്പെട്ടകത്തെയാണ് സംരക്ഷിക്കുന്നത്. ഒരുപക്ഷെ ആ പെട്ടകത്തെ പ്രിയദൈവമക്കളെ ദൈവം എപ്പോഴും നോക്കുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ദൈവം എവിടെയാണ് നോക്കുന്നത്? നമ്മുടെ പ്രവർത്തനത്തിൽ ദൈവം നമ്മളെ പ്രവർത്തനത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ്? ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നുണ്ടോ? നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കൃപാസനത്തിലൂടെ ആ പറയുന്ന രണ്ട് സ്വർഗീയ ജീവികൾ, കെരൂബുകൾ നോക്കുന്ന രണ്ട് കാര്യമെന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിലുള്ള പ്രമാണത്തെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. നാം പ്രമാണത്തിലാണോ ജീവിക്കുന്നത്? നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നാം പ്രമാണത്തിന് അധിഷ്ഠിതമായിട്ടാണോ ജീവിക്കുന്നത്? ആ പെട്ടകത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പെട്ടകം ഉണ്ടോ? പ്രമാണമുണ്ടോ? ആ പ്രമാണത്തിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൽപ്പന സംബന്ധമായിട്ടാണോ നാം ജീവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പ്രിയമക്കളെ, അതുകൊണ്ട് കൃപാസനത്തിൽ നമുക്ക് കെരൂബിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത് അവിടെ എന്തെല്ലാം വസ്തുക്കളാണ് ആ നിയമപ്പെട്ടകത്തിൻ്റെ ഉള്ളിലുള്ളത്? ആ നിയമപ്പെട്ടകത്തിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് മന്ന ഇട്ടുവച്ച പൊൻപാത്രം. മന്ന ഇട്ടുവച്ച പൊൻപാത്രം അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. രണ്ടാമതായി അഹരോൻ്റെ തളിർത്ത വടി അതിലുണ്ടാകുന്ന കാണാൻ തക്കണം സാധിക്കുന്നു. പിന്നെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ കൽപ്പലകകൾ, ഞാൻ നേരത്തെ പറഞ്ഞു കൽപ്പലകൾ, ഇത് മൂന്നും അവിടെ കാണാൻ തക്കണം സാധിക്കുന്നു. ഒന്ന് മന്ന ഇട്ടുവച്ച പൊൻപാത്രം. മന്ന ഇട്ടുവച്ച പൊൻപാത്രം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വഴി നടത്തിയതിൻ്റെ ഓർമ്മയായി നമ്മുടെ ഉള്ളത്തിലെപ്പോഴും ഉണ്ടായിരിക്കണം. നാം പലപ്പോഴും നമ്മൾ പല പ്രതിസന്ധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ, ദൈവം എന്നെ മറന്നു കളഞ്ഞു ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട പരമപ്രധാനമായ കാര്യം, ദൈവം നിങ്ങളെ വഴി നടത്തിയത് എപ്പോഴും നമ്മൾ ഓർക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഇതേപോലെ ആത്മഹത്യയുടെ വക്കിൽ നാം എത്തിയിരുന്നു. ഒരുപക്ഷെ കുടുംബ വഴക്കിൻ്റെ പക്ഷത്തിൽ നാം ഒരുപക്ഷെ വലിയ കഠോരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെ നിന്ന് ദൈവം നമ്മളെ വഴി നടത്തി. 40 വർഷക്കാലം മരുഭൂമിയിൽ വഴി നടത്തിയ ദൈവം, നിന്നെ മന്ന കൊണ്ട് പിതാക്കന്മാരെ പോഷിപ്പിച്ച ദൈവം ഉണ്ട് എന്ന് ജനങ്ങൾ എപ്പോഴും കാണണം. അതുകൊണ്ട് ആ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം അവിടെ ഉണ്ടായിരിക്കണം. ദൈവം നമ്മെ ജ്ഞാപകം, ഓർമ്മ, ദൈവം നമ്മെ വഴി നടത്തിയതിൻ്റെ ഓർമ്മ അവിടെ ഉണ്ടായിരിക്കണം. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ ദൈവം നമ്മെ വഴി നടത്തിയ വിധത്തെ നാം ഓർക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് അഹരോൻ്റെ തളിർത്ത വടി എന്ന് പറഞ്ഞാൽ അസാധ്യമെന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന്, ഒരുപക്ഷെ ആ വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ അസാധ്യമെന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് ദൈവം നമ്മെ അത്ഭുതത്തോടെ വഴി നടത്തും എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു അത്ഭുതം സംഭവിച്ചത് എന്താണ്? ആ പറയുന്ന അഹരോൻ്റെ സഹോദരന്മാരെല്ലാവരും അഹരോന് മാത്രമേ ഉള്ളൂ, അഹരോന് കുടുംബത്തിന് മാത്രമേ ഉള്ളൂ ഈ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു അത്ഭുതം ദൈവം പ്രവർത്തിച്ചാണ്. അഹരോൻ്റെ വടി തളിർത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ വഴി നടത്തുന്ന അത്ഭുതപ്രകാരമാണ് എന്ന് പറയുന്നു. അതുപോലെ ഒപ്പം തന്നെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ കൽപ്പലകൾ ഇപ്പോൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ തക്കണം സാധിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മെ വഴി നടത്തുമ്പോൾ, ദൈവം നമ്മെ സഹായിക്കുന്ന എല്ലാ പാതയിലും
ദൈവം നമ്മളെ ഓരോ ഇടങ്ങളിലും വഴി നടത്തുന്നു എന്ന് കാണാൻ സാധിക്കുന്ന ആ കെരൂബുകൾ നമ്മെ എന്ത് ചെയ്യുന്നു, മൂടി ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ആ പ്രതീകം നമ്മളെപ്പോഴും ദൈവസിംഹാസനം കണ്ട് മഹത്വപ്പെടും. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാമത് അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. മനുഷ്യരെല്ലാവരും അല്ലെങ്കിൽ എല്ലാവരും ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ വിഷമത്തോടെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ യെശയ്യാവ് നോക്കുന്നത് സ്വർഗത്തിലെ സിംഹാസനത്തോടാണ്. യെശയ്യാവിനെ ദൈവം കാണിക്കുന്ന സ്വർഗീയ സിംഹാസനത്തോടാണ്. എല്ലാവരും അവിടെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ദുഃഖിച്ച് നെടുവീർപ്പെട്ടുകൊണ്ട് ആയിരിക്കുമ്പോൾ യെശയ്യാവിനെ ദൈവം ഒരു ദർശനം കാണിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് അവൻ കാണുന്നു. അതുപോലെ സ്വർഗീയ കെരൂബിന് മധ്യേ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും സദാ ജാഗരൂകനായി ആ കൃപാസനത്തിൽ ഉണ്ടെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. ഒപ്പം തന്നെ നാം പാപം ചെയ്തു പോയാൽ ആ സ്വർഗീയ കൃപാസനം അടുത്തേക്ക് ചെല്ലാൻ തൊക്കെ സാധിക്കുമെന്നുള്ള വലിയ സൂചന കാണുന്നതൊക്കെ സാധിക്കുന്നു. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ പഠിക്കും. ആ യാഗങ്ങൾ എവിടെയായിരിക്കണം? ആ കൃപാസനത്തിൽ ആ യാഗം കൊണ്ടുവരുന്നു. അവിടെ അറുക്കപ്പെട്ട രക്തം ആ കൃപാസനത്തിനുള്ളിലാണ് കൊണ്ടുവരുന്നത്. അവിടെ പാപത്തിൻ്റെ പരിഹാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപാസനത്തിലാണെന്ന് കാണാൻ സാധിക്കുന്നു. ആ കൃപാസനം മേഴ്സി സീറ്റിലാണ് പാപത്തിൻ്റെ ഒരു പരിഹാരമായിട്ട് വരുന്നത്. അതുകൊണ്ട് മേഴ്സി സീറ്റ് എന്ന് പറയുന്നത്, നിയമപ്പെട്ടകം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് രണ്ടും രണ്ട് കാര്യമാണ് ചെയ്യുന്നത്. നിയമപ്പെട്ടകവും ആ പറയുന്ന മേഴ്സി സീറ്റ് എന്ന് പറയുന്ന രണ്ടും രണ്ട് ഉപകരണങ്ങളാണ്. അതൊന്നിച്ച് നിൽക്കുന്നതെങ്കിൽ പോലും രണ്ടും രണ്ട് കാര്യമാണ്, രണ്ട് ദൂതാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് നമുക്കതിന് രണ്ട് ഭാഗമായിട്ട് പഠിക്കാൻ തൊക്കെ സാധിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ കൃപാസനം മേഴ്സി സീറ്റ്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സുരക്ഷിതരാണെന്നും ഒപ്പം ദൈവം നമ്മുടെ പാപങ്ങളെ അവിടെ വെച്ച് പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മുടെ പാപങ്ങൾ ഓരോന്നും ദൈവം പരിഹരിക്കുന്നു. സ്വർഗീയ കൃപാസനത്തിലേക്ക് നാം കടന്നു വരുന്നു. സ്വർഗീയമായ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ എപ്പോഴും നമുക്ക് പരിഹരിക്കാൻ തക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് കഠോരമായ പാപം ചെയ്തു പോയാലും യേശുവിൻ്റെ അടുത്തേക്കോ പിതാവിൻ്റെ അടുത്തേക്കോ കടന്നു വരുമ്പോൾ ആ പാപത്തെ ക്ഷമിക്കപ്പെടും. ആ പാപം നമുക്ക് അത് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് ഈ ഭാഗത്ത് കാണുവാൻ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ആ കൃപാസനത്തിൻ്റെ 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും പൊന്നുകൊണ്ടുള്ളതായിട്ടുള്ള ആ കൃപാസനത്തിൽ 2 കെരൂബ് നിൽക്കുന്നത് പോലെ സ്വർഗീയ ദൈവം നമ്മുടെ സംരക്ഷകനായി കതിരമരം കൊണ്ട് ഒരു മേശ ഉണ്ടാക്കാനായിട്ട് ദൈവം പറയുകയാണ്. നമുക്കറിയാം, നേരത്തെ ചിന്തിച്ച വിഷയം എന്ന് പറയുന്നത് പെട്ടകം. ആ പെട്ടകം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ്. കതിരമരം കൊണ്ട് ഒരു മേശ ഉണ്ടാക്കാനായിട്ട് ദൈവം പറയുന്നു. കാഴ്ചയപ്പം വെക്കുവാൻ തൊക്കെയുള്ള മേശ ഉണ്ടാക്കാനായിട്ട് ദൈവം പറയുന്നു. അത് ഖദിരമരം കൊണ്ട് ഉണ്ടാക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഖദിരമരം കൊണ്ട് ഒരു കാഴ്ചയപ്പത്തിനുള്ള മേശ ഉണ്ടാക്കാൻ പറയുമ്പോൾ മേശയുടെ നീളമെന്ന് പറയുന്നത് 2 മുഴമാണ്, വീതി എന്ന് പറയുന്നത് 1 മുഴമാണ്. അപ്പോൾ വീതി എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത് 2 മുഴവും വീതി എന്ന് പറയുന്നത് 1 മുഴമാണ്. നമുക്കറിയാം, പെട്ടകത്തിൻ്റെ നീളവും വീതി എന്ന് പറയുന്നത് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയാണ്. ഇവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശയെക്കുറിച്ച് വരുമ്പോൾ കാഴ്ചയപ്പത്തിൻ്റെ മേശ എന്ന് പറയുന്നത് 2 മുഴം നീളവും 1 മുഴമാണ് അതിൻ്റെ വീതി എന്ന് പറയുന്നത്. ഉയരം എന്ന് പറയുന്നത് 1.5 മുഴമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കാഴ്ചയപ്പത്തിൻ്റെ മേശ എന്ന് പറയുന്ന അതിൻ്റെ 2 മുഴം നീളവും ഒപ്പം തന്നെ 1 മുഴം അതിൻ്റെ വീതിയും പിന്നീട് ഉയരം എന്ന് പറയുന്നത് 1.5 മുഴമാണെന്ന് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് മേശ മുഴുവനും പെട്ടകം ഉണ്ടാക്കുന്നത് പോലെ തന്നെ തങ്കം കൊണ്ട് മൊത്തം മുഴുവനായിട്ട് പണിയണം എന്ന് കാണാൻ സാധിക്കും. തങ്കം കൊണ്ട് പൊതിയണമെന്ന് കാണാൻ സാധിക്കുന്നു. പിന്നീട് മേശയ്ക്ക് ചുറ്റും തങ്കം കൊണ്ട് വക്കുണ്ടാക്കണം. പെട്ടകത്തിന് വക്കില്ലായിരുന്നു. ഇവിടെ ആ പെട്ടകവും ഇതും തമ്മിലുള്ള വ്യത്യാസവും എന്ന് പറയുന്നത് വക്കിലാണ് വ്യത്യാസം. വക്ക് അത് ഒരു തങ്കം കൊണ്ട് ആണ് വക്ക് ഉണ്ടാക്കണം. മേശ ഖദിരമരം കൊണ്ടുണ്ടാക്കി,
സ്വർണം കൊണ്ട് പൊതിഞ്ഞതിന് ശേഷം അതിൻ്റെ വക്ക് എന്ന് പറയുന്നത് ചുറ്റും തങ്കം കൊണ്ട് ഒരു വക്ക് ഉണ്ടാക്കണമെന്ന് പറയുന്നു. പിന്നീട് മേശയ്ക്ക് ചുറ്റും പൊന്നുകൊണ്ടുള്ള 4 വിരൽ വീതിയുള്ള ഒരു ചട്ടം ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ചട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 4 വിരൽ നീളത്തിൽ അതിന് ആ മേശയുടെ ചുറ്റിലും താഴെ അതിൻ്റെ ഈ പറയുന്ന വക്കിന് താഴെ ഒരു ചട്ടം ഉണ്ടാകണം, ഒരു വീതി ആയിട്ട്. നമുക്കറിയാം നമ്മുടെ ഭവനങ്ങളിലുള്ള മേശയ്ക്കുള്ളതുപോലെ തന്നെ 4 വിരൽ നീളത്തിലുള്ള ഒരു ചട്ടം, ഒരു വീതിയായിട്ട് അത് നമുക്ക് വീതിയുള്ള ഒരു ചട്ടം ഉണ്ടാക്കുന്നത് പൊന്നുകൊണ്ട് വേണം ഉണ്ടാക്കാൻ കാണാൻ സാധിക്കുന്നു. പിന്നീട് ചുറ്റും പൊന്നുകൊണ്ട് വക്കുണ്ടാക്കുക. അതുപോലെ തന്നെ 4 വളയങ്ങളും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ 4 വളയങ്ങളും അതിലുണ്ടാകണം. പിന്നീട് ആ 4 വളയങ്ങളും പൊന്നുകൊണ്ടുള്ളതായിരിക്കണം. അതിലും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പെട്ടകത്തിൽ അല്ലെങ്കിൽ നിയമപ്പെട്ട ഉള്ളതുപോലെ തന്നെയുള്ള വളയങ്ങളും ഒപ്പം തന്നെ അതിൽ തണ്ടും വേണം. പിന്നീട് മേശയ്ക്ക് 4 കാലുകളും വേണമെന്ന് കാണാൻ കൂടെ സാധിക്കുന്നു. പിന്നീട് 2 തണ്ടുണ്ടാക്കണം. അവ പൊന്നുകൊണ്ട് പൊതിയണം എന്ന് കാണാൻ കൂടെ സാധിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ആ കാഴ്ചയപ്പത്തിൻ്റെ മേശ ഉണ്ടാക്കേണ്ടത്. പ്രിയ മക്കളെ, അതിൽ എല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കാണാൻ സാധിക്കുന്നു. കാഴ്ചയപ്പത്തിൻ്റെ മേശ എന്ന് പറയുന്നത് നമ്മെ വഴി നടത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. എപ്പോഴും നമ്മളെ താങ്ങി നടത്തുന്ന ദൈവത്തിൻ്റെ കരുതലാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ വക്ക് നമുക്ക് രൂപവും ഭാവവും നൽകുന്ന, നമ്മെ ഉയർച്ചകൾ നടത്തുന്ന, നമ്മളെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ വക്കെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭംഗി വരുത്തുന്ന, നമ്മളെല്ലാവരുടെയും മുമ്പിൽ നിന്ന് നമ്മെ നമ്മുടെ ജീവിതത്തിലെ അല്പം ഉയർത്തി നിർത്തുന്നത് ഒരുപക്ഷെ വക്ക്. അത് ഒരുപക്ഷെ എല്ലാവരെയും ഒരുപോലെയല്ല, പകരം ദൈവത്തിൻ്റെ ജനത്തെ അല്പം ഉയർത്തി നിൽക്കുന്ന, നമുക്കറിയാം അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വെച്ച് നോക്കുമ്പോൾ, എല്ലാ രാജ്യങ്ങളുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉയർച്ച അവർക്കുണ്ടെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. ഒരു പ്രത്യേകമായ പോയിന്റിൽ അവരെപ്പോഴും ഒരു മുന്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതൊക്കെ സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് ആ ഇസ്രായേൽ മക്കളുടെ സ്വഭാവത്തെ പോലെ, അവരുടെ ജീവിത രീതിയെ പോലെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവർ ഉയർന്നു നിൽക്കുന്ന പോലെ അല്പം വക്ക് ദൈവം വഴി നടത്തുന്നു. അപ്പോൾ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് നാം ഒരു പൊതുവേദിയിൽ പോയാലോ, നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് ആയാലോ, അവിടെ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഒരു അല്പം വീതി, അല്പം ഒരു വക്ക് ദൈവം നമുക്ക് നൽകിത്തരും. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ പ്രത്യേകതയാണ്. യേശു ക്രിസ്തു എല്ലാ കാലത്തും അതിസുന്ദരനായ വ്യക്തിയാണ്. യേശു ക്രിസ്തു യേശുവിൻ്റെ പ്രവർത്തനം അല്പം ഉയർന്ന പദ്ധതിയാണെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. അതേപോലെയുള്ള നമുക്ക് കാണുന്നതൊക്കെ സാധിക്കും. പിന്നീട് തളികളും കുടങ്ങളും പിന്നീട് കിണ്ടികളും ഉണ്ടാക്കുക, അവയെല്ലാം തങ്കം കൊണ്ട് പൊതിയണം. അപ്പം കാഴ്ചയപ്പത്തിൻ്റെ മേശയിൽ വെക്കാനുള്ള കുടങ്ങളും കിണ്ടികളും എല്ലാ സ്പൂണുകളെല്ലാം ഉണ്ടാക്കാനായിട്ട് പറയുന്നു. അങ്ങനെ കാഴ്ചയപ്പം വെക്കാനുള്ള 2 തളികകളും അവിടെ ഉണ്ടാക്കാനായിട്ട് പറയുന്നു. അപ്പോൾ മക്കളെ, ആ തളികയൊക്കെയും എല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പങ്ങളും കർത്താവായ യേശു ക്രിസ്തുവാണ്. എല്ലാം ദൈവം നമുക്ക് നുറുക്കപ്പെട്ടതെന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ തൊക്കെ സാധിക്കുന്നത് ആ അപ്പം കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരമാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ആ അപ്പത്തെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ കാലുകൾ നമ്മളെ താങ്ങി നടത്തുന്ന ദൈവത്തിൻ്റെ കാലുകളാണ്. എല്ലാം ആ കാഴ്ചയപ്പത്തിൻ്റെ മേശ, അതിൻ്റെ തളിക, അപ്പം, അതിൻ്റെ കിണ്ടികൾ, കിണ്ണങ്ങൾ, അതിൻ്റെ സ്പൂണുകളെല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. അതിൻ്റെ തളിക, അതിൻ്റെ വക്കുകൾ, അതിൻ്റെ സ്വർണം കൊണ്ട് പൊതിയുക, എല്ലാം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച പോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ നിന്നും ദൈവിക സ്വഭാവം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെട്ടുകൊണ്ട് നമ്മളെ കർത്താവായ യേശു ക്രിസ്തു സ്വഭാവം പുറത്ത് കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദൈവിക സ്വഭാവമാണ്. അതേപോലെയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ ആ ഉയർച്ചകൾ, താഴ്ചകൾ, അതിൻ്റെ വീതി എല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കാണുവാൻ സാധിക്കും.
അങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മുഖരിതമായ രൂപപ്പെട്ടതായ ആ കാഴ്ചയപ്പത്തിൻ്റെ മേശ പോലെ നമുക്ക് ഓരോരുത്തർക്കും അതേപോലെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി തരുവാൻ്റെ ഗുണം ദൈവം ഒരുക്കമാണ്. നാം ഓരോരുത്തരും നമുക്ക് ആ കാഴ്ചയപ്പം നോക്കുമ്പോൾ നമ്മയും ദൈവം ഉയർത്തിയിരിക്കുന്നു. ദൈവം നമ്മെ വഴി നടത്തിയിരിക്കുന്നു. ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. ഇവിടെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ നീളം എന്ന് പറയുന്നത് 2.5 മുഴം നീളമാണ് പെട്ടകത്തിന്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. 2 മുഴം നീളമാണ് ആ കാഴ്ചയപ്പത്തിന് ഉള്ളതെന്ന് കാണാൻ തൊക്കെ സാധിക്കുന്നു. കാഴ്ചയപ്പത്തിൻ്റെ മേശയ്ക്ക് 2 മുഴം നീളമെന്ന് പറയുന്നു. വീതി എന്ന് പറയുന്നത് അത് 1.5 മുഴം മാത്രമാണ്. അപ്പോൾ ആ അളവ്, ദൈവത്തിൻ്റെ നീളവും വീതിയും ഒരു മനുഷ്യനും അളക്കുവാൻ തൊക്കെ സാധിക്കുകയില്ല. അപ്പോൾ അപ്രകാരം ആ അളവ് അത് ഓരോ സ്ഥലത്തും ദൈവം നമ്മളെ കൃത്യതയോടുകൂടി കൃത്യരീതിയിൽ നമ്മളെ വഴി നടത്തുന്നതിൻ്റെ പ്രത്യേകതയാണ്. ദൈവം നമ്മുടെ നല്ല സ്വഭാവത്തിൻ്റെ നിന്നെ തൂക്കി നോക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞതുപോലെ മക്കളെ, നമ്മുടെ ജീവിതത്തിലും അതേപോലെ നമ്മളെല്ലാ കാര്യത്തിലും കൃത്യമാർന്ന ജീവിത രീതികൾ, നമ്മുടെ പോക്കിൽ വരവിൽ, നമ്മുടെ പ്രവർത്തനത്തിലെല്ലാം കൃത്യമായിട്ടുള്ള സ്വഭാവ രീതികൾ നാം അവലംബിക്കണമെന്നാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ കണിശതയാണ്. കർത്താവ് യേശു ക്രിസ്തു സ്വഭാവത്തിൻ്റെ കൃത്യമാർന്ന രൂപമാണ് നമുക്കവിടെ കാണാൻ തൊക്കെ സാധിക്കും. എല്ലാം കൃത്യമായ അളവ് കാര്യങ്ങളാണ് കർത്താവ് യേശു ക്രിസ്തു ചെയ്യുന്നത്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, യേശു ക്രിസ്തു മരണപ്പെട്ടത്, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ എല്ലാം കൃത്യമായ അളവ് തൂക്കങ്ങൾ യേശുവിനുണ്ട്. കൃത്യമായ അളവിലൂടെയാണ് യേശു ക്രിസ്തു ജീവിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നു. അതുപോലെ നമുക്കും ദൈവം നൽകി തന്നിരിക്കുന്ന പരിമിതമായിട്ടുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ നാം ഓരോ രീതിയിലും കൃത്യമായ ജീവിതം നയിപ്പാൻ, ക്രമമായ ജീവിതം നയിപ്പാൻ, നാം ഒരു പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥനയുള്ള പൂർണ്ണ സ്ഥിരതയോടുകൂടി ജീവിപ്പാൻ, അങ്ങനെ ഓരോ സമയത്തും ഓരോ രീതിയിലും നമ്മളെല്ലാം ആയിരിക്കുമ്പോൾ എല്ലാം കൃത്യമായിരുന്ന ജീവിത രീതി അവലംബിപ്പാൻ തക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ 3 ഉപകരണങ്ങൾ പഠിക്കാൻ തക്കണം ദൈവം നമ്മെ സഹായിച്ചു. നിയമപ്പെട്ടകം, കൃപാസനം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, കാര്യങ്ങളൊക്കെയും ഇനി തുടർന്ന് നമുക്ക് പഠിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് സമാഗമന കൂടാര ഉപകരണങ്ങൾ പഠിക്കാനൊക്കെ കർത്താവ് സഹായിച്ചല്ലോ. ആ സ്വഭാവം ദർശിച്ചുകൊണ്ട് യേശുവിൻ്റെ മാർഗ്ഗപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാവരും അനുഗ്രഹിക്കണമേ. മാനവമുഖത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.